എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊരു നറേഷനായിട്ട് പറയുന്നില്ല, എങ്കിലും ഇതിന്റെ ഒരു ചുരുക്കം ഒന്ന് പറയുകയാണ്. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് സൈൻ വേവ് ഇൻവെർട്ടർ ഫുള്ളി കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷറിംഗ് മീറ്ററും അതിനുള്ള സ്വിച്ചുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പവർ ബോക്സ് ആണിത്. അപ്പോൾ ഈ പവർ ബോക്സിൽ 4 മീറ്ററുകളാണ് ഈ കാണുന്നത്. നമുക്ക് ഇൻവെർട്ടർ കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് കാലിബ്രേഷൻ സ്വിച്ച് മാത്രം മതി. മൾട്ടിമീറ്ററിന്റെ അല്ലെങ്കിൽ DC ക്ലാമ്പ് മീറ്ററിന്റെയോ AC ക്ലാമ്പ് മീറ്ററിന്റെയോ ഒന്നിന്റെയും ഒരാവശ്യമില്ല. എല്ലാ മീറ്ററും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AC ക്ലാമ്പ് മീറ്ററിന്റെ ആവശ്യം ശരിക്കും വരുന്നില്ല. എന്നിരുന്നാലും നമുക്ക് ലോഡ് സെൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സെൻസ് ചെയ്യുമ്പോൾ അതിന്റെ ആംപിയർ ഇവിടെ അറിയാവുന്നേ ഉള്ളൂ. നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് DC വോൾട്ട് അളക്കുന്ന ഒരു മീറ്ററാണ് വേണ്ടത്. അപ്പോൾ അത് ഈ വശത്താണ് വെച്ചിരിക്കുന്നത്. ഇവിടെ DC ഇൻ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് 13.3 വോൾട്ടാണ് ബാറ്ററിയിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ ആംപിയർ മീറ്റർ ആണ്. അപ്പോൾ ഈ ആംപിയർ മീറ്ററിൽ 8.2 ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് ബാറ്ററി ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ തന്നെ ബാറ്ററി ഡിസ്ചാർജിങ്ങും ആംപിയർ ഇതിലറിയാം. ഈ വസ്തു വരുന്നത് AC വോൾട്ട് മീറ്റർ തന്നെയാണ്. ഒരെണ്ണം ഇൻപുട്ടും ഒരെണ്ണം ഔട്ട്പുട്ടുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് AC ഇൻ എന്നും ഇവിടെ AC ഔട്ട് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമുക്ക് ബാറ്ററി ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത് രണ്ടും ഒരേ ഫംഗ്ഷൻ തന്നെയാണ് കാണുന്നത്. അതായത് KCBയുടെ വോൾട്ടേജ് AC ഇന്നിൽ വരുന്നു, ഔട്ടിലും KCBയുടെ വോൾട്ട് തന്നെയാണ് വരുന്നത്. കാരണം ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഈ വശത്ത് കാണുന്നത് AC ആംപിയർ മീറ്റർ ആണ്. അപ്പോൾ ഈ AC ആംപിയർ മീറ്ററിന്റെ മുകളിലും താഴെയായിട്ട് ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. താഴെ വരുന്നത് AC ഇൻ ആണ്. അപ്പോൾ AC ഇൻ ഇതിൽ നിന്നുള്ള പവർ ഇൻവെർട്ടറിലോട്ട് പോകുന്നത് കൺട്രോൾ ചെയ്യാനാണ്. ഇവിടെ AC ഔട്ടാണ് കാണിക്കുന്നത്. AC ഔട്ട് ഇൻവെർട്ടറിൽ നിന്നും വരുന്ന പവർ പുറത്തോട്ടുള്ള എക്സ്റ്റൻഷൻ ബോക്സ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലോഡിലോട്ട് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണിത്. ഇപ്പോൾ നമുക്കിവിടെ ചാർജിങ് നടന്നിരിക്കുന്നതുകൊണ്ട് ഇൻവെർട്ടർ ബാക്കപ്പ് ഓണല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് ഒന്ന് ഓൺ ചെയ്യാം. ബാക്കപ്പ് ഓൺ ചെയ്യുന്നതിന് നമുക്ക് ഈ പവർ ബോക്സിൽ തന്നെ കൺട്രോൾ ചെയ്താൽ മതി. പവർ ബോക്സ് നമ്മൾ AC ഇൻ ഓഫ് ചെയ്യുമ്പോൾ ചാർജിങ് കട്ടാവുന്നതാണ്. നമുക്ക് AC ഇൻ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ AC ഇൻ നമ്മൾ ഓഫ് ചെയ്തു. ഈ ആംപിയർ മീറ്ററിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു 2-way സ്വിച്ച് ഉണ്ട്. ഈ ആംപിയർ മീറ്റർ പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആംപിയർ ബാറ്ററി ചാർജിങ്ങിനായിട്ട് കടത്തി വിടുമ്പോൾ ഇത് ആംപിയർ മൈനസ് പ്ലസ് എന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. അതേപോലെ ബാറ്ററി ഡിസ്ചാർജിങ്ങിൽ വരുമ്പോഴും മൈനസ് പ്ലസ് അറേഞ്ച് ചെയ്യേണ്ടി വരും. അതിനാണ് ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് 2-way സ്വിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻ വരുമ്പോൾ ഈ സ്വിച്ച് ഒരു പൊസിഷനിലും ഔട്ട് വരുമ്പോൾ മറ്റൊരു പൊസിഷനിലുമാണ് ഇടേണ്ടത്. ഇനി നമുക്ക് ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇൻവെർട്ടർ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബോർഡും അതിൻ്റെ ഡിസ്പ്ലേയും ഒരു ട്രാൻസ്ഫോമറുമാണ്. നമുക്കിത് ഇൻവെർട്ടർ ഓൺ ചെയ്യാം. ഇപ്പോൾ ഇൻവെർട്ടർ ഓൺ ചെയ്തു. ഇവിടെ ഇൻവെർട്ടറിന്റെ ഔട്ട് വന്നിട്ടുണ്ട് 218. ട്രാൻസ്ഫോമറിന്റെ ഔട്ട് കാലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ടും ഇവിടെ കറക്റ്റ് കാണിക്കണമെന്നില്ല. അടുത്തതായിട്ട് വരുന്നത് AC ആംപിയർ മീറ്ററിൽ -1.4 ആണ്. ഇപ്പോൾ ഇവിടെ മൈനസ് മാറ്റാണ്. ഈ 2-way സ്വിച്ച് നമുക്ക് മുകളിലെ പൊസിഷനിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മൈനസ് മാറി. ഇപ്പോൾ ഡിസ്ചാർജിങ് ആണ്. അപ്പോൾ ഡിസ്ചാർജിങ്ങിൽ മുകളിലത്തെ പൊസിഷനിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ബാറ്ററി ചാർജിങ് ഇത് താഴത്തെ പൊസിഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ലോഡ് ഒന്ന് ഓൺ ചെയ്യാം. ലോഡ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി ഈ സ്വിച്ച് തന്നെ, അതായത് ഈ പവർ ബോക്സിലുള്ള ഔട്ട് സ്വിച്ച് തന്നെ ഓപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഡിസ്ചാർജ് കറണ്ട് കാണാവുന്നതാണ്. 9.56. ബാറ്ററിയുടെ വോൾട്ട് കുറയുന്നതനുസരിച്ച് ആംപിയർ കൂടും. നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന 100 വാട്ടിന്റെ ഒരു ബൾബാണ്. ആക്ച്വലി ഒരു 14 വോൾട്ട് അടുത്തുണ്ടെങ്കിൽ 8 ആംപിയറിലായിരിക്കും 12 വോൾട്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇൻവെർട്ടറിന്റെ ഡിസ്ചാർജ് കറണ്ട് വരുന്നത്. അപ്പോൾ ബാറ്ററിയുടെ വോൾട്ട് താഴുന്നതനുസരിച്ച് ഡിസ്ചാർജ് കറണ്ട് കൂടി വരും. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് ഇവിടെ വരുന്നത് 228 ആണ്. ഔട്ട്പുട്ട് വരുന്നത് 218. ഇപ്പോൾ ഇവിടെ AC ആംപിയർ കാണിക്കുന്നത് 0.2 ആണ്. ഇപ്പോൾ നമുക്കിനി ഈ AC ഇന്നും കൂടി ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ബാറ്ററി ചാർജിങ് നടക്കുന്നത് കാണാവുന്നതാണ്. ആംപിയർ മീറ്റർ 0-ലായി. ഇനി ചാർജിങ് വരുമ്പോൾ ഇവിടെ മൈനസ് വരുന്നു. കാരണം നമ്മൾ നേരത്തെ പ്ലസ് ഓർ മൈനസ് സ്വിച്ച് മാറ്റിയിട്ടിട്ടില്ല. അതേപോലെ AC ഇൻ ഔട്ടിലും സെയിം വോൾട്ടേജ് ആയി. ബാറ്ററി വോൾട്ട് പതിയെ കയറി വരുന്നുണ്ട്. നമുക്ക് ഈ പ്ലസ് ഓർ മൈനസ് സ്വിച്ച് മാറ്റിയിടാം. അപ്പോൾ ഇവിടെ ആംപിയർ മീറ്ററിൽ കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ DC കൺട്രോൾ ചെയ്യാൻ ഇതിൻ്റെ പുറകുവശത്താണ് ഒരു
MCB വെച്ചിരിക്കുന്നത് 125 ആംപിയറിന്റെ DC MCB തന്നെയാണ്. അതേപോലെ ഇതിന്റെ പുറകുവശത്ത് തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കുവാനായിട്ട്, അതായത് നമുക്ക് ലോഡ് കണക്ട് ചെയ്യാനായിട്ട് ഒരു 6 ആംപിയറിന്റെ 250 വോൾട്ടിന്റെ സോക്കറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സോക്കറ്റിൽ നിന്നും വയർ എടുത്തിട്ട് നമുക്ക് വേണ്ട ലോഡുകൾ കണക്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ പ്ലഗിലോട്ട് വരുന്ന കണക്ഷനാണ് നമ്മളിവിടെ സ്വിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാവുന്നതാണ്. ഇപ്പോൾ AC കറണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ AC ആംപിയർ കുറച്ചെടുത്തിട്ടുണ്ട്. അത് ഇൻവെർട്ടർ കാലിബ്രേഷനിൽ വരുന്നില്ലെങ്കിലും ബാക്കിയെല്ലാം നമുക്ക് ഇൻവെർട്ടർ കാലിബ്രേഷനിൽ വേണം. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലായി മൾട്ടിമീറ്റർ DC വോൾട്ട് അളക്കുവാനും AC ഇൻ അളക്കുവാനും AC ഔട്ട് അളക്കുവാനും അതേപോലെ ബാറ്ററി ചാർജിങ് മോഡ് അളക്കുവാനും നോ ലോഡ് അളക്കുവാനൊക്കെ ആയിട്ട് നമ്മളുടെ കൈകൾ എല്ലായിടത്തും എത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഈ ഒരു യൂണിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഒന്നിലും ടച്ച് ചെയ്യാതെ തന്നെ കാലിബ്രേഷൻ സ്വിച്ച് വെച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഇതിൽ വരുന്ന വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഡിസ്പ്ലേയിൽ കാണുന്ന വാല്യൂവും ഈ മീറ്ററിൽ കാണുന്ന വാല്യൂവും കാലിബ്രേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ പിൻഭാഗവും ഉൾഭാഗവും കാണാം. അപ്പോൾ ഇതിന്റെ ഏകദേശം ഒരു രൂപമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ പിൻഭാഗം ഒന്ന് നോക്കാം. ഇവിടെ പിൻഭാഗത്താണ് ഒരു 125 ആംപിയറിന്റെ DC MCB വെച്ചിരിക്കുന്നത്. കൂടാതെ DC MCBയുടെ മുകളിലായിട്ടാണ് AC ഔട്ടിന്റെ സോക്കറ്റ് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു പവർ ഓൺ സ്വിച്ച് ആണ്. അപ്പോൾ ഈ സിസ്റ്റം ഇൻപുട്ട് ഓൺ ചെയ്യാനുള്ള പവർ ഓൺ സ്വിച്ച് ആണിത്. ഇവിടെ ഒരു ഇൻപുട്ടിന്റെ ഫ്യൂസ് ആണ് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് വരുന്നത് DC ഔട്ട് എടുക്കുവാനുള്ള കണക്ടർ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നെറ്റും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഹെവി ഡ്യൂട്ടി കണക്ടർ ആണ്. അതായത് നെറ്റും ബോൾട്ടും ഡയറക്റ്റ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൽ DC ഇൻപുട്ട് കൊടുക്കുവാനായിട്ട് ഇവിടെയാണ് പ്ലസ് മൈനസ് ആയിട്ടുള്ള റെഡ് ബ്ലാക്ക് വയർ ഇട്ടിരിക്കുന്നത്. നമുക്ക് ടെസ്റ്റ് പർപ്പസിനായതുകൊണ്ട് 10 സ്ക്വയർ mm വയറാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കൂടാതെ ഇതിലോട്ട് KCB മെയിൻ കൊടുക്കുവാനായിട്ട് ഇവിടെ ഒരു 3 കോർ വയറാണ് ഇട്ടിരിക്കുന്നത്. ന്യൂട്രൽ, ഫേസ്, എർത്ത് അത് നമ്മൾ KCBയിൽ നിന്ന് എടുക്കുന്നു. ഇതൊരു 1.5 സ്ക്വയർ mm 3 കോർ വയറാണ്. ഇനി ഈ ഭാഗത്ത് വരുന്നത് 2-in-1, അതായത് ഇൻ ഔട്ട് ആയിട്ട് വരുന്ന ഒരു 2.5 സ്ക്വയർ mmന്റെ 3 കോർ വയറാണ്. അപ്പോൾ ആ 3 കോർ വയറിന്റെ ആവശ്യം നമ്മുടെ ഇൻവെർട്ടറിലോട്ട് KCB ഇൻ അങ്ങാട് ചെല്ലുവാനും ഇൻവെർട്ടറിൽ നിന്നുള്ള ഫേസ് ഔട്ട് തിരിച്ച് നമുക്ക് ലോഡിലോട്ട് കിട്ടുവാനും അതേപോലെ ഇൻ ഔട്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോമൺ ന്യൂട്രൽ കിട്ടുവാനാണ് 3 ലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 പിൻ ടോപ്പാണ് KCBയിലോട്ട് കണക്ട് ചെയ്യാനുള്ള വയർ. അപ്പോൾ ഇതാണ് ഈ 2-in-1 ഔട്ട് എന്ന് പറയുന്നത്. അതായത് ഇൻ ഔട്ടായിട്ട് പ്രവർത്തിക്കുന്ന 2.5 സ്ക്വയർ mmന്റെ 3 കോർ കേബിൾ ആണിത്. ഇതിൽ ഒരു റെഡ് വയറുണ്ട്, ഒരു ബ്ലാക്ക് വയറുണ്ട്, ഒരു യെല്ലോ വയറുണ്ട്. അപ്പോൾ റെഡ് വയർ KCB ഇൻ ഇതിലോട്ട് ഇൻവെർട്ടറിലോട്ട് KCBയുടെ ഇൻ കണക്ട് ചെയ്യാൻ. അതപ്പോൾ നമുക്ക് ഈ ബോർഡിലോട്ട് ഡയറക്റ്റ് പ്ലഗ് ചെയ്യുവാനാണ് ഈ ഒരു ടാഗ് പിടിപ്പിച്ചിരിക്കുന്നത്. 3ലും നമ്മൾ ടാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇൻവെർട്ടറിന്റെ ഔട്ട് കിട്ടുവാനായിട്ട് റിലേയിൽ കണക്ട് ചെയ്യാനുള്ള ഫീമെയിൽ ടാഗാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. കോമൺ ന്യൂട്രൽ കണക്ട് ചെയ്യാനുള്ള ഫീമെയിൽ ടാഗ്. അപ്പോൾ ഈ 3 വയർ കൊണ്ട് നമുക്ക് ഇൻവെർട്ടറിലോട്ടുള്ള ഇൻ ഔട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സൈൻ വേവ് ഇൻവെർട്ടർ കാലിബ്രേറ്റ് ചെയ്യുന്നതിനായിട്ട് മൾട്ടിമീറ്ററിന്റെയോ DC ക്ലാമ്പോമീറ്ററിന്റെയോ ആവശ്യം വരുന്നതേ ഇല്ല. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പവർ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് 1 kVയുടെ ഇൻവെർട്ടറിന്റെ ഒരു ക്യാബിനറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 4 മീറ്ററിന്റെ ഹൗസിംഗ് ആണ് ഈ കാണുന്നത്. അപ്പോൾ 2 AC ഇൻ ഔട്ടിനും ഒരു DC ഇന്നിനും ആംബിയർ അളക്കുവാനുള്ള ഒരു മീറ്ററുമാണിത്. ഈ ആംബിയർ ഇവിടെ ഒരു ഷണ്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷണ്ട് നമുക്കിവിടെ 100 ആംബിയറിന്റെ ഷണ്ടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഷണ്ട് മീറ്ററുമാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ബാറ്ററിയിൽ നിന്നും വരുന്ന വയർ നേരെ ഇവിടെ വെച്ചിരിക്കുന്ന 125 ആംബിയറിന്റെ MCB ആണ്. ഈ MCBയിൽ കയറിയിട്ട് നേരെ ഷണ്ടിൽ വന്നിരിക്കുകയാണ്. ഷണ്ടിൽ നിന്നും ഔട്ട് എടുത്തിട്ട് നേരെ ഇൻവെർട്ടറിലോട്ട് പോകുന്ന പോസിറ്റീവ് ടാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ബാറ്ററിയിൽ വരുന്ന നെഗറ്റീവ് ഡയറക്റ്റ് എടുത്തിട്ട് ഈ ടാഗിലോട്ട് കൊടുക്കുകയും അതിൽ നിന്ന് തന്നെ ഒരു ചെറിയ വയർ എടുത്തിട്ട് ഈ ബാറ്ററിയുടെ വോൾട്ട് സെൻസ് ചെയ്യാനായിട്ട് നെഗറ്റീവായിട്ട് കൊടുത്തിരിക്കുകയാണ്. അടുത്തായിട്ട് വരുന്നത് ഈ ഷണ്ടിൽ നിന്ന് 2 കണക്ഷനാണ് ഈ മീറ്ററിലോട്ട് പോയിരിക്കുന്നത്. മില്ലി വോൾട്ട് അളക്കുവാനാണ്. അപ്പോൾ ആ മില്ലി വോൾട്ടാണ് നമുക്കിവിടെ ആംബിയർ ആയിട്ട് കണക്കാക്കുന്നത്. അതേപോലെ ഈ മീറ്ററിലെല്ലാം ഹൈലൈറ്റ് ചെയ്യുവാനായിട്ട് AC സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് KCBയുടെ 230 വോൾട്ട് എല്ലാത്തിലും നമ്മളിവിടെ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ അറ്റത്തൊരു AC ആംബിയർ മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ആംബിയർ മീറ്ററിലോട്ട് നമ്മൾ AC ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി
ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും തന്നെ ഈ AC ആംബിയർ മീറ്ററിൽ നിന്ന് ഒരു CT കോയിൽ വന്നിട്ടാണ്. അപ്പോൾ ഈ ഔട്ട് വയർ പോയിരിക്കുന്നതിലോട്ട് CT കോർത്തിട്ടിരിക്കുകയാണ്. ഈ ഔട്ട് നേരെ ഇവിടെ വരുന്ന 6 ആംബിയറിന്റെ സോക്കറ്റിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. KCBയുടെ മെയിൻ വന്നിട്ട് നേരെ ഇവിടെ ഒരു സ്വിച്ചിലോട്ടാണ് പോയിരിക്കുന്നത്. ആ സ്വിച്ച് ഓൺ ചെയ്താൽ ഇൻവെർട്ടറിലോട്ട് പോകുന്ന ഔട്ട് കിട്ടും. അപ്പോൾ ഈ മെയിൻ നേരെ ഈ സ്വിച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ വന്ന മെയിനിൽ തന്നെയാണ് നമ്മളിവിടെ മീറ്ററിലോട്ടും ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ലൈനും എടുത്തിരിക്കുന്നത്. ന്യൂട്രൽ ഇവിടെ കോമൺ ആണ്. അപ്പോൾ ഈ ന്യൂട്രലിൽ തന്നെ എല്ലാത്തിലോട്ടും ആവശ്യമായിട്ടുള്ള ന്യൂട്രൽ എടുത്തിട്ടുണ്ട്. എർത്ത് നേരെ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ബോഡി എർത്ത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഷണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു ചെറിയ വുഡൻ പീസിലാണ്, കാരണം ബോഡി ടച്ചിങ് ഇല്ലാണ്ടിരിക്കാനാണ്. ഇതേപോലെ ഒരു ചെറിയ വുഡൻ പീസ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് 4 ഇഞ്ചിന്റെ ബോൾട്ട് ഇട്ടിട്ട് നെറ്റ് വെച്ച് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കൂടാതെ ഈ ഭാഗത്ത് 2 സ്വിച്ചുകളാണ് ഉള്ളത്. അത് ഒരെണ്ണം AC ഇൻ കൺട്രോൾ ചെയ്യാനും ഒരെണ്ണം AC ഔട്ട് കൺട്രോൾ ചെയ്യാനും. AC ഇൻ ഇൻവെർട്ടറിന്റെ ബോർഡിലോട്ട് ചാർജിങ് കൊടുക്കുവാനും ഇൻവെർട്ടറിന്റെ ബോർഡിലോട്ട് ഇൻ സപ്ലൈ കൊടുക്കുവാനും ഔട്ട് ഇൻവെർട്ടറിന്റെ ബോർഡിൽ നിന്നും വരുന്ന ഔട്ട് വയർ നേരെ ഈ ഒരു സ്വിച്ചിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ചിൽ കയറിയിരിക്കുന്ന ആ ഇതിൽ തന്നെയാണ് നമ്മൾ ഔട്ട് മീറ്ററിലോട്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് KCBയുടെ മീറ്റർ ഡയറക്റ്റ് വരുന്നതിലോട്ടാണ് ഈ മീറ്ററിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഔട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ ഈ സോക്കറ്റിലോട്ട് ലൈൻ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം ഈ ഒറ്റ പവർ ബോക്സിൽ തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ, കൂടാതെ നമ്മളിവിടെ ഒരു ഫീസ് വെച്ചിട്ടുണ്ട്. KCBയുടെ ഇൻ നേരെ വന്ന് ഈ ഫീസിലാണ് വന്നിരിക്കുന്നത്. ആ ഫീസിൽ നിന്നും ഇവിടെ ഒരു പവർ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ആ പവർ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ ഇവിടെയുള്ള ഈ സ്വിച്ചിലോട്ടും ഈ മീറ്ററിലോട്ടൊക്കെ കണക്ഷൻ പോവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു യൂണിറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് സർവീസിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ബോർഡ് അസംബിൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടർ അസംബിൾ ചെയ്ത് ഡയറക്റ്റ് പെട്ടെന്ന് കാലിബ്രേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കുവാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോർഡ് വെറുതെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലും, ഇല്ലെങ്കിൽ ഏത് പർപ്പസിനായാലും ഈ ഒരു യൂണിറ്റ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇവിടെ 4 മീറ്റർ വെച്ചിട്ടുണ്ട്. അതിന്റെ മീറ്ററിന്റെ വില ഏകദേശം 700 രൂപ അടുത്താണ്. അപ്പോൾ അതൊരു ക്വാളിറ്റി ഉള്ള ഒരു മീറ്ററാണ്, ആക്യുറേസി ഉള്ള ഒരു മീറ്ററാണ്. മെക്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു AC ആംബിയർ മീറ്റർ വെച്ചിട്ടുണ്ട്, ഡിജിറ്റൽ തന്നെയാണ്. അതും ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അതിന് ഏകദേശം ഒരു 300 രൂപയോളം വില വരുന്നതാണ്. അതിവിടെ ഒരു CT വഴിയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നത് 2 ഓൺ ഓഫ് സ്വിച്ചുകളാണ്. അതായത് ഇൻ ഔട്ട് ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. അതൊക്കെ സാധാരണ ഇലക്ട്രോണിക് ഷോപ്പിൽ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഷണ്ടിന് ഏകദേശം 400 രൂപയോളം വില വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു DC MCB ആണ്. അപ്പോൾ DC MCB ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം വില കുറച്ച് കിട്ടും. ഇതേപോലത്തെ ഒരു DC MCB നമ്മുടെ ഇവിടെ, അതായത് ഞാനിവിടെ എറണാകുളത്താണ്. എറണാകുളത്ത് ഇവിടെ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നത് 2000 ചില്ലാൻ രൂപയ്ക്കാണ് ഇതിന്റെ MRP എഴുതിയിരിക്കുന്നെങ്കിലും 1500 രൂപയോളം കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും വില കൊടുത്ത് നമുക്ക് വാങ്ങുവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതായത് ആമസോണിൽ നിന്ന്. അപ്പോൾ ആമസോണിൽ നിന്ന് ഇത് വാങ്ങുകയാണെങ്കിൽ വളരെ നിസ്സാര വിലയ്ക്ക് ഇത് കിട്ടുന്നതാണ്. ഏകദേശം 1000 രൂപ അടുത്ത് കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ വരുന്നത് 6 ആംബിയറിന്റെ സോക്കറ്റാണ്. കൂടാതെ ഇതിന് വേണ്ട വയറുകളും മാത്രമേ ഉള്ളൂ. കാലിബ്രേഷൻ സെറ്റപ്പിൽ കയറുമ്പോൾ ഇത്രയും മീറ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ പാരാമീറ്റേഴ്സിൽ ഈ വോൾട്ടെല്ലാം നമ്മൾക്ക് ഇതിൽ കാണുന്നത് നേരിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.